ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളിൽ നിന്ന് തേർഡ് പാർട്ടിയിലേക്ക് പോയ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് എന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ആകുന്നതല്ല. മെയിലായാലും ഫീമെയിലായാലും റെസൊനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങളിൽ നിന്ന് തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. അവിടെ അവർക്ക് നിരാശയാണ്. തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയുള്ള ബന്ധം എൻഡ് ആയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അവിടെ അവർക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന്. അതിനുള്ള കാരണം ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ഓർമ്മയാണ്. ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതിനുള്ള കാരണം വന്നിരിക്കുന്നത് ഇവിടെ അവർക്ക് എന്തോ ഭയങ്കരമായ നിരാശാജനകമായ കാര്യം സംഭവിച്ചിരിക്കുന്നു. തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ എന്തോ കലഹങ്ങളോ എന്തോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ഓർമ്മ വന്നതായിട്ട് കാണുന്നത്. അടുത്ത കാർഡ് വന്നേക്കുന്നതും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരണമെന്നുള്ളൊരു ഇതായിട്ടാണ്. അതോ വളരെ വേഗത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരണമെന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആ വ്യക്തിക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കാനും കഴിയുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണുള്ളത്. ആ വ്യക്തിക്ക് രാത്രിയിൽ ഉറക്കമില്ല, ആൻസൈറ്റി ഉള്ളതായിട്ടൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിറ്റി കാർഡ് കിട്ടിയത് ന്യൂ മൂൺ ഇൻ അക്വേറിയസ് ആണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അവർക്ക് നിങ്ങളോടൊപ്പം പുതുമയോടുകൂടി ഒരു ജീവിതം ആരംഭിക്കണം എന്നുള്ള ചിന്തയുള്ളതായിട്ടാണ്. നിങ്ങളുടെ അഭാവം അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയതായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് ഇതിൽ കാണിക്കുന്നത്. താങ്ക് യു.